അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ ഞാവലൊക്കെ നല്ലോണം ഞാവൽപ്പഴം വിഴൽ തുടങ്ങിയിട്ടാ. രാവിലെ തന്നെ മോൾക്ക് ഇതാണ് പണി. എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്ത് തന്നെ നമ്മൾ വാതിൽ തുറന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ആകെ ഞാവൽപ്പഴം വീണ് കിടക്കണതാട്ടാ. രാവിലെ നമ്മൾ നല്ലതൊക്കെ പറക്കിയെടുത്ത് വെച്ചതിന് ശേഷം കേട്ടോ മിറ്റടിച്ചു വാരുക. മോളവിടെ പറക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഞാവൽപ്പഴം. നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. നിറച്ചുണ്ടായിട്ടുണ്ട്. അതിൽ പകുതിയും പച്ച കേട്ടോ. ഇനി മഴക്കാലം ആവുമ്പോഴാണ് കൂടുതൽ വീഴുക. നിലത്തൊക്കെ ആകെ ചമരമിലേക്കൊക്കെ ആകെ തെറിക്കും കേട്ടോ. കണ്ടോ, കുറേയൊക്കെ മണ്ണിലേക്ക് വീഴണ കാരണം ആകെ മണ്ണ് പറ്റൂട്ടോ. നമ്മൾ സാരി കെട്ടാറുണ്ട്. സാരി കെട്ടിയിട്ടില്ല, സാരി കെട്ടണം. പിന്നെ ഇപ്പുറത്തേക്കൊക്കെ വീഴും കേട്ടോ. കണ്ടോ കണ്ടോ, നിറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട് കേട്ടോ. കഴുകി ഇനി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഒരു സൈഡിലുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് വെയിലത്ത് വെക്കണം. എന്നിട്ടൊന്ന് വാടിയിട്ട് കഴിക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റാട്ടോ. ഇതാ നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മുടെ ബാക്ക് ഭാഗത്തും ഉണ്ട് കേട്ടോ ഞാവലാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് എലിക്കൊക്കെ ഇടയ്ക്ക് വീഴും കേട്ടോ. അതാണ് കുഴപ്പം. കറയാണ്, നല്ല കറയാണ് ഞാവലിൻ്റെ. പിന്നെ നമ്മുടെ മാങ്ങ കാട്ടിത്തരാട്ടോ. ഇപ്രാവശ്യം നല്ല താഴത്താണ് ഉണ്ടായിൻ്റെ മാങ്ങ. കണ്ട, ഒന്ന് രണ്ടെണ്ണം പഴുത്തിട്ട് വീണ് കിട്ടിയിട്ടാ. കണ്ട, എൻ്റെ ഇനി പുതിന കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ നോമ്പിന് നമ്മൾ പുതിന നമ്മൾ ജ്യൂസ് അടിക്കാൻ നാരങ്ങയിലേക്ക് വാങ്ങിയ തണ്ട് ഞാൻ കുഴിച്ചിട്ടതാട്ടോ. നല്ല അടിപൊളിയായി വളർന്നു. ഇത്രയും അടിപൊളിയായി വളരുന്നു ഞാൻ വിചാരിച്ചില്ല. നല്ല സൂപ്പറായി വളർന്നു വന്നു കേട്ടോ. ഇത് പിന്നെ ഇഞ്ചി കേട്ടോ, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി. അത് തന്നെ അതിൽ കിടന്നിട്ട് നിലത്ത് കിടന്നിട്ട് മുളച്ചതാണ്. അപ്പം ഞാനത് ഇതിലേക്ക് എടുത്ത് കുഴിച്ചിട്ടതാട്ടോ. അത് നന്നായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കറ്റാർവാഴ. ഇവിടെ കൂടുതൽ നമുക്ക് പേച്ചാഴിയുടെ ശല്യം കേട്ടോ, ഭയങ്കര ശല്യം. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട്. കണ്ടോ, വേപ്പിൻ്റെ ഒക്കെ കടയ്ക്ക് ആകെ മാന്തി ഒരു പരിവാക്കിയിട്ടുണ്ട്. കുറേ കിട്ടിയാൽ നോക്കട്ടെ. കണ്ടോ, ഒരുപാട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ കൂടുതലും മണ്ണാ. നന്നായി കഴുകി വൃത്തിയാക്കണം കേട്ടോ. മുറ്റത്തേക്ക് വീഴണ കാരണേ നന്നായി കഴുകിയിട്ട് നമുക്ക് ഉപ്പിടാം. പിന്നെ നമ്മുടെ പറമ്പിലൊരു തണ്ണിമത്തൻ്റെ തയ്യാട്ടോ, തന്നെ മുളച്ചുണ്ടായതാണ്. ഇതുപോലെ മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം ഒരു ആപ്പിൾ വലിപ്പത്തിലുണ്ടായി. എന്നിട്ടത് കരിഞ്ഞു പോയിട്ടാ. ഇതിനി എന്താവുമെന്ന് അറിയില്ല. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉണ്ടായാൽ മതിയായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ പറക്കി ഞാവലൊക്കെ നമ്മൾ കഴുകി അടിപൊളിയാക്കി അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിയനിയുടെ ഇല എടുത്തിട്ട് അതിലാട്ടാ വെച്ചത്. ഇനി നമുക്കിത് വെയിലത്തൊന്ന് വെക്കാട്ടാ. അപ്പോൾ ഇതാ ചെറിയ സ്റ്റൂളുണ്ട് കേട്ടോ, അതിൽ വെച്ചിട്ട് മോള് വെയിലത്ത് വെക്കുകയാണ്. ഇനി അത് നന്നായി വാടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ കഴിക്കാൻ. ഇതാവട്ടെ കേട്ടോ. അപ്പം ഞാനിവിടെ മിറ്റടിക്കുകയാണ്. അപ്പോഴേക്കും മോളതൊക്കെ കഴുകിയതാണ്. അപ്പോൾ ഇതാ മിറ്റടിക്കണേൽ മൊത്തം ഞാവൽപ്പഴം കേട്ടോ. കണ്ട, ഇപ്പോൾ കുറച്ചുള്ളൂ. ഇനി കുറേ കഴിഞ്ഞാൽ നല്ലോണം വീഴും കേട്ടോ. അപ്പോൾ നമുക്ക് അടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ
ഞാൻ അടിച്ചോരിയിൽ കോരിയിട്ടാട്ടോ അങ്ങോട്ട് എടുത്തിട്ട് കളയുക. നമ്മൾ ഞാവൽപ്പഴമൊക്കെ വെയിലത്ത് വെച്ചത് നന്നായി ഉപ്പൊക്കെ പിടിച്ച് വാടി അടിപൊളിയുണ്ട് കേട്ടോ. കഴിച്ചൊക്കെ ചെയ്തിട്ടാ ഞാൻ കഴിച്ചോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എനിക്ക് നല്ല ജലദോഷമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസിൻ്റെ വോയിസിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ദയവായിട്ടൊന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഓക്കെ.